IPL അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തൊട്ടുപിന്നാലെ 2020 ലോകകപ്പും എത്തും. ലോകകപ്പിനുള്ള ഇന്ത്യൻ സംഘത്തിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടത് മലയാളികൾക്കും ആവേശമായി. ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ താരങ്ങൾ IPLൽ നിറം മങ്ങിയത് ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് സെഞ്ചുറിയുമായി ശക്തമായി തിരിച്ചു വന്നത് ഒരു ശുഭലക്ഷണമായി കരുതുകയാണ് ആരാധകർ. ഇന്ത്യൻ ലോകകപ്പ് സംഘത്തിന്റെ ഈ IPLലെ പ്രകടനം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓരോരുത്തരിലേക്കായി പോയി നോക്കാം. ആദ്യം നായകൻ രോഹിത് ശർമ്മ ഇതാ എത്തിക്കഴിഞ്ഞു. മുംബൈയിൽ നായകസ്ഥാനം നഷ്ടപ്പെട്ട രോഹിത് ഇതുവരെ കളിച്ചത് 12 മത്സരങ്ങളാണ്. 330 റൺസാണ് സമ്പാദ്യം. റൺവേട്ടക്കാരിൽ 17ാമനാണ്. ഉയർന്ന സ്കോർ 105 റൺസാണ്. 152.77 എന്ന പ്രഹരശേഷിയും രോഹിത് ശർമ്മയ്ക്കുണ്ട്. രോഹിത്തിനൊപ്പം ഓപ്പണിംഗിലുള്ളത് യശസ്വി ജയ്സ്വാൾ ആണ്. യശസ്വി ജയ്സ്വാൾ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറാണ്. മങ്ങിയ തുടക്കത്തിന് ശേഷം ഫോം വീണ്ടെടുത്തിരിക്കുന്നു ജയ്സ്വാൾ. 10 മത്സരം 316 റൺസ്, 104 റൺസാണ് ഉയർന്ന സ്കോർ. സ്ട്രൈക്ക് റേറ്റും ഒട്ടും മോശമല്ല. 157.21 ജയ്സ്വാളിന്റെ സ്ട്രൈക്ക് റേറ്റ്. പിന്നാലെ എത്തുക മറ്റാരുമല്ല, മുൻ നായകൻ സാക്ഷാൽ വിരാട് കോഹ്ലി. ഈ IPLൽ ഓറഞ്ച് ക്യാപ്പ് അണിയുകയാണ് കോഹ്ലി. 11 മത്സരങ്ങളിൽ നിന്നായി ഇതിനോടകം 542 റൺസ് എടുത്തിട്ടുണ്ട് കോഹ്ലി. ഒരു സെഞ്ചുറിയും നേടി. 113 റൺസാണ് ഉയർന്ന സ്കോർ. മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്ട്രൈക്ക് റേറ്റ് പക്ഷേ അല്പം കുറവാണ്. 148.08 കോഹ്ലിയുടെ പ്രഹരശേഷി. ഇനി സാക്ഷാൽ സ്കൈയിലേക്കാണ്. സ്കൈ എന്നാൽ സൂര്യകുമാർ യാദവ്. ഇന്നലത്തെ സെഞ്ചുറി ആരാധകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. 9 കളിയിൽ 334 റൺസ് ഇതിനോടകം സൂര്യ നേടിക്കഴിഞ്ഞു. റൺവേട്ടക്കാരിൽ 16ാമനാണ്. ഉയർന്ന സ്കോർ 102. സ്ട്രൈക്ക് റേറ്റ് 176.71. പരിക്കിൽ നിന്ന് മോചിതരായി വന്ന് ഡൽഹിയെ നയിക്കുന്ന വിക്കറ്റിന് മുന്നിലും പിന്നിലും ഗംഭീരമായി കളിക്കുന്ന പന്തിലേക്ക് പോകാം. ഋഷഭ് പന്ത് 11 മത്സരങ്ങളിൽ നിന്നായി 397 റൺസ് ഇതിനോടകം നേടിക്കഴിഞ്ഞു. റൺവേട്ടക്കാരിൽ 9ാം സ്ഥാനമാണ്. 88 റൺസാണ് ഉയർന്ന സ്കോർ. സ്ട്രൈക്ക് റേറ്റ് നോക്കൂ, 158.56. ഇനി മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ആരാണ്? സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ. റൺവേട്ടക്കാരിൽ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 10 കളിയിൽ നിന്ന് 385 റൺസാണ് സമ്പാദ്യം. കഴിഞ്ഞ കളിയിൽ 0-ന് പുറത്തായതിന്റെ കേട് ഇന്ന് തീർക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 82 റൺസാണ് ഉയർന്ന സ്കോർ. 159.09 എന്ന സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട്. സഞ്ജുവിൽ നിന്ന് നമ്മൾ പോകുന്നത് മുംബൈയുടെ നായകനിലേക്കാണ്. ഇന്ത്യൻ ടീമിന്റെ ഉപനായകൻ ഹാർദിക് പാണ്ഡ്യ ഫോമിലേക്ക് എത്തുന്നതിലെ ലക്ഷണങ്ങളൊക്കെ പാണ്ഡ്യ കാണിക്കുന്നുണ്ട്. 12 കളിയിൽ നിന്ന് 197 റൺസും 11 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. പക്ഷേ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി. മറ്റൊരു ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെന്നൈക്കായി നല്ല രീതിയിൽ തന്നെ ജഡേജ കളിക്കുന്നുണ്ട്. ജഡ്ഡു എന്നാണ് വിളിക്കുന്നത്. 11 മത്സരത്തിൽ നിന്ന് 202 റൺസ് നേടിയിട്ടുണ്ട് ജഡേജ. 8 വിക്കറ്റാണ് ഇതുവരെ വീഴ്ത്തിയത്. ഇനി പോകേണ്ടത് ശിവം ദുബൈയിലേക്കാണ്. ശിവം ദുബൈ ഇന്ത്യൻ ടീമിലെത്തിയതിന്റെ ചില കോണുകളിൽ നിന്നൊക്കെ വിമർശനം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയുള്ള ദുബൈയുടെ ബാറ്റിംഗ് അത് വിമർശകരുടെയൊക്കെ വായ അടപ്പിക്കുന്നതാണ്. 11 കളിയിൽ 350 റൺസ്. പക്ഷേ ഓൾറൗണ്ടർ എന്ന നിലയിൽ അത്ര മികച്ചതെന്ന് പറയാൻ കഴിയില്ല. 1 വിക്കറ്റ് മാത്രമാണ് വീഴ്ത്തിയിട്ടുള്ളത്. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ അക്സർ പട്ടേലിലേക്ക് വരാം. അക്സർ പട്ടേൽ 11 മത്സരങ്ങൾ, അതിൽ 149 റൺസും 9 വിക്കറ്റും. അക്സറിനെ കുറിച്ച് പറഞ്ഞാൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന താരമാണ് അക്സർ പട്ടേൽ. 9 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. യുസ്വേന്ദ്ര ചഹലിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിലും കുറേ വിമർശനം വന്നതാണ്. നല്ല ഫോമിലുള്ളപ്പോൾ ടീമിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് കാര്യം. ഇപ്പോഴിതാ ടീമിൽ വന്നിരിക്കുന്നു, ഇങ്ങനെയാണ് വിമർശകർ പറയുന്നത്. പക്ഷേ ചഹൽ രാജസ്ഥാന് വേണ്ടി തരക്കേടില്ലാതെ പന്തെറിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. 10 കളിയിൽ 13 വിക്കറ്റ് നേടിയിട്ടുണ്ട് റോയൽസ് താരം. 11 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം. വിക്കറ്റ് വേട്ടക്കാരിൽ 11ാം സ്ഥാനത്താണ് യുസ്വേന്ദ്ര ചഹൽ. മറ്റൊരു സ്പിന്നറായ കുൽദീപ് യാദവിലേക്ക് വന്നാൽ 8 കളിയിൽ നിന്ന് 12 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 55 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം. ജസ്പ്രീത് ബുംറയിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ടീം ഇന്ത്യ. ഇന്ത്യയുടെയും ഒപ്പം തന്നെ മുംബൈയുടെയും കുന്തമുനയാണ്. 12 കളിയിൽ നിന്ന് 18 വിക്കറ്റുമായി വിക്കറ്റ് വേട്ടക്കാരിൽ 1ാമത് നിൽക്കുകയാണ് ബുംറ. 21 റൺസ് വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തിയതാണ് ബുംറയുടെ മികച്ച പ്രകടനം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി മുഹമ്മദ് സിറാജ് അത്ര മികച്ച രീതിയിലല്ല പന്തെറിയുന്നത്. 10 കളിയിൽ 8 വിക്കറ്റ് മാത്രമാണ് ഇതുവരെ നേടാൻ കഴിഞ്ഞത്. 33 റൺസിന് 3 വിക്കറ്റ് നേടിയതാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം. അവസാനമായി മറ്റൊരു പേസർ അർഷ്ദീപ് സിംഗിലേക്ക് പോകാം. അർഷ്ദീപ് സിംഗ് ഇടങ്കയ്യൻ പേസറാണ്. അർഷ്ദീപ് 11 കളിയിൽ ഇതിനോടകം 15 വിക്കറ്റ് നേടിയിട്ടുണ്ട്. വിക്കറ്റ് വേട്ടക്കാരിൽ 5ാം സ്ഥാനത്താണ് പഞ്ചാബിന്റെ ഈ പേസർ. 29 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം. അപ്പോൾ ഇതാണ് ടീം ഇന്ത്യ.